ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന റീഡിംഗ്. ഓക്കെ, ഇന്നത്തെ എടുക്കുന്ന മെസ്സേജ് ഗൈഡൻസിൽ ഈ നമ്മളിതിൽ കിട്ടുന്ന കാര്യം ഇന്നൊരു മേജർ കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ മേജറായിട്ട് നടക്കാനുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ, അത് പക്ഷേ നെക്സ്റ്റ് 24 hours, അതായത് അടുത്ത 24 മണിക്കൂറിൽ നിങ്ങളുടെ ലൈഫിൽ ഇത് നടക്കും എന്ന് ലൈക്ക് നമ്മൾ ഞാനൊരു 3 കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ ഞാൻ പറയും. ഓക്കെ, ആ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും നടക്കും. ഓക്കെ, സോ നമുക്കൊന്ന് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യാം. ഇത് നമ്മൾ യൂണിവേഴ്സിനോട് നമ്മളൊരു സൂചന തരാൻ പറയുന്ന പോലെയാണ്. അതായത് കാര്യം നടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, 24 മണിക്കൂർ, നെക്സ്റ്റ് 24 hours നിങ്ങൾക്ക് ലൈഫിൽ ഇത് നടന്നിരിക്കും, ഇതിലേതെങ്കിലും എന്തായാലും നടന്നിരിക്കും എന്ന രീതിയിൽ നിങ്ങൾ ക്ലെയിം ചെയ്യാം. ഓക്കെ, പോസിറ്റീവായിട്ട് തന്നെ വരട്ടെ. ഓക്കെ, ഇത് ഏറ്റവും മേജർ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഹാങ്മാൻ വന്നിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ. ആൻഡ് ടെമ്പറൻസ്, ബാലൻസ്, ഓക്കെ, ഡെത്ത്. വെരി ഗുഡ്. ഇവിടെ ഹാങ്മാൻ റിവേഴ്സ് വന്നു. ഹാങ്മാൻ പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും സ്റ്റക്കായി നിൽക്കുക എന്ന രീതിക്കാണ് പറയാം. സോ നിങ്ങളിവിടെ എന്തെങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിൽ നമ്മൾ പുറത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു വഴി തെളിയും. ഓക്കെ, ഇവിടെ നമ്മൾ ഏത് സിറ്റുവേഷനും ആവാം നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ ജോലിയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ, അതിൽ പെട്ട് നിൽക്കുന്നു, സ്റ്റക്കായി നിൽക്കുന്നു, നിങ്ങളുടെ ഫൈനാൻഷ്യൽ എവിടെയെങ്കിലും പണം എവിടെയെങ്കിലും പെട്ട് നിൽക്കുന്നു, എന്തെങ്കിലും നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്തു അത് പെട്ട് നിൽക്കുന്നു, വട്ടെവർ, ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അതിലെപ്പോഴും ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന പോലെ ഒരു നമ്മൾ പറയില്ലേ, ഒന്ന് പുറത്തേക്ക് വരാൻ ഒരു വഴിയെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ. സോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു വഴി തെളിഞ്ഞു കിട്ടും. ഓക്കെ, ഇവിടെ ഹാങ്മാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലകീഴായിട്ട് കിടക്കുക എന്നാണ്. സോ തലകീഴായിട്ട് കിടക്കുമ്പോൾ ശരിക്കും നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിൽ, അതായത് വേറൊരു കാഴ്ചപ്പാട് തന്നെ വരുന്ന പോലെയാണ്. നമ്മൾ ഈ സിറ്റുവേഷനെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുകയാണ് ഈ ഒരു സമയം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ തീർച്ചയായിട്ടും ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ഓക്കെ, നിങ്ങൾക്ക് ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും എന്നാണ്. എന്ത് കാര്യത്തിലായാലും ശരി, ഇതിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകളിൽ അതിലാണെങ്കിലും ശരി, ഓക്കെ, അതിലും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയും. സോ അതാണ് ഫസ്റ്റ് തിങ് ഇവിടെ. ഓക്കെ, മെയിൻലി നമ്മൾ ഒരു എന്ത് നടക്കും എന്ന രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ ഒരു വഴി എങ്ങനെയെങ്കിലും തെളിഞ്ഞു കിട്ടും. ഓക്കെ, നിങ്ങളായിട്ട് ചിലപ്പോൾ ചിന്തിച്ച് എന്തെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഒരു ഐഡിയാസ് വരും എന്ന് പറയില്ല, ആ രീതിക്ക് ആവാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ആരെങ്കിലും ഹെൽപ്പിൻ്റെ ത്രൂവോ എങ്ങനെയായാലും ശരി. ഓക്കെ, ഇതിവിടെ ആക്ച്വലി നമ്മൾ തനിയെ ചെയ്യുന്ന രീതിക്കാണോ പറയുക, ബട്ട് നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു പെട്ടെന്നൊരു ഐഡിയ വരും. ഓക്കെ, ഇങ്ങനെ ശ്രമിക്കാം, അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും എന്ന രീതിയിൽ. അതിപ്പോൾ അഗൈൻ റിലേഷൻഷിപ്സിലാവാം, കരിയറിലാവാം, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവാം. ഓക്കെ, നിങ്ങൾക്കൊരു വഴി തെളിഞ്ഞു വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ശരിക്കും നിങ്ങൾ കുറേ ചിന്തിച്ച് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെയാണ്. ആൻഡ് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇവിടെ ഇനി നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇവിടെ ടെമ്പറൻസ് ആണ്, ബാലൻസിൻ്റെ കാര്യമാണ്. അഗെയിൻ നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നാണ്. അതായത് ഇപ്പോൾ ലൈഫിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഒരുപാട് ജോലികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ കുറേ കൂടി പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനും എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങളതിനെ നമ്മൾ പറയില്ലേ ഓർഗനൈസ് ചെയ്ത്, ഓക്കെ, എന്തൊക്കെ ആദ്യം ചെയ്യണം, ഒരു പ്രയോറിറ്റി നിങ്ങൾ തീരുമാനിക്കും. ഓക്കെ, ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാ പിന്നെ ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ കാര്യങ്ങളെ സിറ്റുവേഷൻസിനെ ഒന്ന് വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾ ബാലൻസ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. എന്ന് മാത്രമല്ല, ഓക്കെ, നിങ്ങളുടെ തന്നെ ചിലപ്പോൾ ഇമോഷണൽ സൈഡും നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡും നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമോഷണലായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ കൂടി ആവാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ആ പ്രാക്ടിക്കൽ ആകുമ്പോൾ അഗൈൻ നിങ്ങൾക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എന്ത് പ്രോബ്ലം ആയാലും ശരി, ഞാൻ ഇവിടെ ഇന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നില്ല, നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമായാലും അതിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് അതിനുള്ള ഒരു ബാലൻസ് നിങ്ങളിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. സോ അത് വളരെ നല്ല കാര്യമാണ്. ആൻഡ് ഇവിടെ കുറച്ച് പേർക്ക് ഒരു യൂണിയൻ്റെ എനർജി ഉണ്ട്. എനിക്കിവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ആരെങ്കിലും വിട്ട് നിൽക്കുന്നവരാരെങ്കിലും വിട്ടുപോയി അല്ലെങ്കിൽ കോൺടാക്റ്റ് ഇല്ല അങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പ്, ഒരു യൂണിയൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു കോംപ്രമൈസ് വരും. മേ ബി ആരുടെയെങ്കിലും വഴക്കോ പ്രശ്നങ്ങൾ, ഈവൻ ഫാമിലി മെമ്പേഴ്സ് ആരുടെയും വഴക്കോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെയും നിങ്ങൾക്കൊരു കോംപ്രമൈസ് എന്ന രീതി കാണുന്നുണ്ട്. അഗൈൻ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും, കാര്യം ഇവിടെ ശിവാൻ ശക്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഓക്കെ, ഒരു യൂണിയൻ എന്നെടുക്കാം നമുക്കിവിടെ, ഒരു ബാലൻസിൽ വരുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് വരുന്ന പോലെ, ഫാമിലി മെമ്പേഴ്സുമായിട്ടായാലും വേറെ പേഴ്സണുമായിട്ടായാലും ഓക്കെ, ജോലി സ്ഥലത്തായാലും ഒക്കെ എല്ലാവരുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരുന്ന പോലെയാണ്, കോംപ്രമൈസ് വരുന്ന പോലെയാണ് കാണുന്നത്.
സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി അഗൈൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്ന രീതിക്ക് അതിന് നമ്മൾ പറയില്ലേ വരവും ചെലവും നിങ്ങൾക്ക് ഈക്വൽ അല്ല എന്നൊക്കെ. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ബാലൻസിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങൾക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരും. അതിനുവേണ്ടി കുറച്ച് നമ്മൾ പറയില്ലേ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരും. ബട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും. ഹാങ്മാനിലും ഐ തിങ്ക് സിറ്റുവേഷൻ പുറത്ത് വരുന്നത് പറഞ്ഞു ഞാൻ. വേറെ എന്തെങ്കിലും മിസ്സായോ എന്ന് ആലോചിക്കുകയാണ്. ഇവിടെ ഡെത്ത് കാർഡ് ഉണ്ട്. തേർഡ് വൺ നമുക്ക് ഡെത്ത് കാർഡ്, അതായത് നമ്മൾ പറയുന്നത് ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു മാറ്റമാണ്, ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇത് അഗൈൻ ഇവിടെ നമ്മൾ പല സിറ്റുവേഷൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നു എന്ന രീതിക്കായിരിക്കും. ചില ചേഞ്ചസ് വരുന്നു എന്ന രീതിയിലാണ്. ചില സിറ്റുവേഷനിൽ ചില ചേഞ്ചസ് വരുന്നു. ജോലിയിലാണെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ ഒരു കാര്യം കാണുന്നുണ്ട്. മേ ബി നിങ്ങളൊരു ജോലി ചേഞ്ച് ചെയ്യും, ഒന്ന് വിട്ടിട്ട് വേറെ ഒന്നിലേക്ക് പോകുന്ന പോലെ, അല്ലെങ്കിൽ ഇവിടെ എന്താ പറയുക ഒരു നിങ്ങളിൽ തന്നെ ഒരു മാറ്റം വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ചില സിറ്റുവേഷൻസ് നിങ്ങൾ വിട്ടുകളയും. ബട്ട് വിട്ട് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങുന്ന രീതിയിലും എനിക്ക് കാണുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ ഉള്ളിലെ മാറ്റങ്ങളായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചില ചേഞ്ചസിനെ കുറിച്ചുമാണ് പറയുന്നത്. നിങ്ങൾ ചിലതിനെ ഉപേക്ഷിച്ച് കളയാൻ നിങ്ങൾ തീരുമാനിക്കും, ബിക്കോസ് നിങ്ങൾക്ക് അത് നല്ലതല്ല എന്നറിഞ്ഞുകൊണ്ട്. ബട്ട് അഗെയിൻ അത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വേറെ കൊണ്ടുവരും. വേറെ നല്ലത് കൊണ്ടുവരും നിങ്ങളുടെ ലൈഫിൽ. ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കും. അതിപ്പോൾ അഗെയിൻ ചില ശീലങ്ങളാവാം, ഹാബിറ്റ്സ് ആവാം, വ്യക്തികളെ ആവാം, സ്ഥലങ്ങളാവാം, ജോലിയാവാം. സംതിങ് നിങ്ങൾ എന്തോ പിന്നിൽ ഉപേക്ഷിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് 8 of Cupsന്റെ ആണ്. ബട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും അവസാനിപ്പിച്ച് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം കൂടി വരും എന്നാണ് എനിക്ക് കാണുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ, മേജർ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയം കാണുന്നുണ്ട്. ഒരു മേജർ മാറ്റം നിങ്ങളുടെ ലൈഫിൽ. അഗെയിൻ ഇത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എൻഡായി പോകുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു ന്യൂ ബിഗിനിങ് വരുന്ന പോലെ കൂടിയാണ്. നിങ്ങൾ എന്തെങ്കിലും അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഷമത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേറെ എന്തോ പുതിയ തുടക്കം വരുന്നുണ്ട് എന്ന രീതിയിലാണ്. എൻ്റെ ഇതൊക്കെ ഞാൻ ഇമ്മീഡിയറ്റ് എനർജിയാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ വിത്തിൻ 24 hours എന്ന രീതിക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്. സോ ഇതിലേതെങ്കിലും കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടക്കാനുള്ള സാധ്യതയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത് തന്നെ. സോ യെസ്, ഈ ഒരു മാറ്റം പെട്ടെന്ന് മേ ബി നിങ്ങൾ ചിന്തിക്കും ദാറ്റ് പോയത് പോയി. അല്ലെങ്കിൽ ചിലത് നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ വിട്ടുകളയാൻ തീരുമാനിക്കും. ആൻഡ് ഇവിടെ ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിയിലാണ് കാണുന്നത്. അതൊക്കെ ഒരു മേജർ മാറ്റമാണ് ശരിക്കും പറയുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് അത്രയും കാലമായിട്ട് ചിലപ്പോൾ മടുത്ത് കാണും നിങ്ങൾക്ക്, ഇനി ഇത് ശരിയാവില്ല എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഫൈനലി നിങ്ങൾ തീരുമാനിക്കില്ല ഞാനത് എന്തായാലും വിട്ട് കളയാണ് എന്ന രീതിയിൽ. സോ ഇവിടെ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളും ആവാം നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ ചെറിയ ഹാബിറ്റ്സ്, ശീലങ്ങൾ നിങ്ങൾ തീരുമാനിക്കും ഞാൻ ഒന്ന് മാറ്റിയെടുക്കാൻ പോവാണ് എന്ന രീതിയിൽ അങ്ങനെയാവാം. ചിന്താഗതികൾ, നമ്മുടെ ചിന്തകളെ മാറ്റുന്നതുമായിരിക്കാം. സോ ഇവിടെ ഒരു ഡെത്ത്, ഒരു എൻഡിങ് ആൻഡ് എ ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് ഇവിടെ ഡെത്തിനെ പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്ന രീതിയിലാണ് പറയുന്നത്. ചില കാര്യങ്ങളുടെ മാറ്റം, ചില സിറ്റുവേഷൻ തന്നെ ചേഞ്ച് ആയിട്ട് നല്ലതായിട്ട് വരും. അതായത് ഇതുവരെ മോശമായിരുന്ന ഒരു സിറ്റുവേഷൻ അത് മാറിയിട്ട് കുറച്ചുകൂടി നല്ല രീതിക്ക് അത് മാറി വരാനുള്ള ഒരു സാധ്യത കൂടിയാണ്. അതിപ്പോൾ അഗൈൻ ഇവിടെ നമ്മൾ പറയുമ്പോൾ അഗൈൻ റിലേഷൻഷിപ്സിലാവാം, നിങ്ങളുടെ ഫാമിലിയിലാവാം, ഫാമിലി എല്ലാവരുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവാം, ജോലി സ്ഥലത്തുള്ളതായിരിക്കാം. എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും എന്ന രീതിയിലാണ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, നിങ്ങൾ കാണും, അതിനെ അറിയും, മനസ്സിലാക്കുകയും ചെയ്യും. സോ ഇവിടെ ലെറ്റ്സ് സേ നിങ്ങൾക്ക് കുറച്ച് ഇത് തരാം, എന്താ പറയുക, അഫർമേഷൻസ് തരാം ഞാൻ. അഫർമേഷൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയ അഫർമേഷൻസ് തരാം. ഐ ലെറ്റ് ഗോ ഓഫ് വാട്ട് ഐ കാൺ കൺട്രോൾ. യെസ്, അതും ആവാം. യെസ്, നിങ്ങൾ ചിലപ്പോൾ വിട്ടുകളയുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനെ നിങ്ങൾ ഇനി എനിക്കിതിനെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നതായിരിക്കാം. ഐ ലെറ്റ് ഗോ ഓഫ് വാട്ട് ഐ കാൺട്ട് കൺട്രോൾ. നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയുന്നു എന്നാണ്. നമ്മുടെ കയ്യിലില്ല ചിലതെന്ന് പറയില്ലേ. ഐ അപ്രോച്ച് അതേഴ്സ് വിത്ത് ലവ്, റെസ്പെക്ട് ആൻഡ് അക്സെപ്റ്റൻസ്. യെസ്, അത് കോംപ്രമൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളും ആക്ച്വലി ഐ അപ്രോച്ച് അതേഴ്സ് വിത്ത് ലവ്, റെസ്പെക്ട് ആൻഡ് അക്സെപ്റ്റൻസ്. എല്ലാവർക്കും ഓരോ അഭിപ്രായമായിരിക്കും അല്ലേ. ചില സമയത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് എന്നാലും ഇവിടെ ഒരു കോംപ്രമൈസിൻ്റെ ഒരു എനർജി ഉണ്ട്. സോ ഐ തിങ്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ഐ പുട്ട് മൈ എനർജി ഇൻ ടു തിങ്സ് ദാറ്റ് മാറ്റർ ടു മീ. സി, എല്ലാം മാച്ചായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ അതിലേക്ക് എഫേർട്ട് ഇടും. അല്ലാത്തത് നിങ്ങൾ വിട്ടുകളയും. സെക്കൻഡ് ഡെത്ത് ആൻഡ് എ ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞത് ഐ പുട്ട് മൈ എനർജി ഇൻ ടു തിങ്സ് ദാറ്റ് മാറ്റർ ടു മീ. നിങ്ങൾക്ക് വേണ്ടതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ എനർജി നിങ്ങൾ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. എവറിത്തിങ് വിൽ ട്രൂലി ബി
ഓവറോൾ എനർജി ഇതാണ്. നിങ്ങളോട് പറയുന്ന എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ശരി, യൂണിവേഴ്സ് എല്ലാം നല്ലതിലേക്കാണ് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോണ്ട് വറി, എല്ലാം എവറിത്തിങ് വിൽ ബി ഓക്കെ. എന്താണ് ഓൾ ഈസ് വെൽ അല്ലേ, നമ്മുടെ 3 ഇഡിയറ്റ്സിൻ്റെ ഡയലോഗ് പോലെ ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ എന്ന് പറയാം. ഓക്കെ, എല്ലാം ശരിയായിട്ട് തന്നെ വരും. ഓക്കെ, എല്ലാവർക്കും പോസിറ്റീവായിട്ടിരിക്കുക, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.